മലങ്കര ഓർത്തഡോക്സ് തിരുവനന്തപുരം പാളയം പള്ളി വീണ്ടും റെക്കോർഡുകളും പുരസ്കാരങ്ങളും വാങ്ങിക്കൂട്ടുകയാണ്. ചരിത്രത്തിൽ മാത്രമല്ല ഗിന്നസ് ബുക്കിലും ഇടം പിടിക്കാനുള്ള തത്രപ്പാടിലാണ് പള്ളി ഭരണസമിതി. ഇന്നലെ നടന്ന നാടകത്തിന് ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം. പള്ളി ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പായിരുന്നു ഇന്നലെ. ആ തിരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേന നടത്തിയെടുക്കാൻ കാണിച്ച തന്ത്രം മലങ്കര സഭയുടെ മാത്രമല്ല ഒരു സഭയിലോ സംഘടനയിലോ നടക്കാത്തതാണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചയും 2 കുർബാനയാണുള്ളത്. ഇന്നലെയും പതിവ് പോലെ 2 കുർബാന ഉണ്ടായിരുന്നു. സാധാരണ പൊതുയോഗങ്ങളും കമ്മിറ്റികളും ഒക്കെ നടത്തുന്നത് 2 കുർബാനയും കഴിഞ്ഞ ശേഷം പള്ളിയിൽ വെച്ച് തന്നെയാണ്. 2 കുർബാനയും ഏകദേശം 10:30 ആകുമ്പോഴേക്കും അവസാനിക്കും. ഇന്നലെ ആദ്യത്തെ കുർബാന കഴിഞ്ഞപ്പോഴേ തൊട്ടടുത്തുള്ള ബസേലിയോ സെന്ററിൽ പൊതുയോഗം വികാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഭാരവാഹി തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. പൊതുയോഗവും കഴിഞ്ഞു. ചായകുടിയും കഴിഞ്ഞു. ആർക്കും പൊതുയോഗത്തിൽ പങ്കെടുക്കാനായില്ല. ഇത് കരുതിക്കൂട്ടി നടത്തിയ നാടകമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഭരണസമിതിക്ക് തന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് വരാൻ വേണ്ടിയുള്ള ഉഡായിപ്പ് പൊതുയോഗം. എതിർ ഗ്രൂപ്പിലെ ആർക്കും മത്സരിക്കാൻ അവസരം കൊടുത്തില്ല. മത്സരിക്കുന്നത് പോയിട്ട് പൊതുയോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം പോലും നിഷേധിച്ചു. ഭരണഘടനാ വിരുദ്ധമായുള്ള ഈ നടപടിക്ക് വികാരിയും കൂട്ടുനിന്നത് ശരിയായില്ല. അതും ഈ നോമ്പുകാലത്ത്. ഇവിടുത്തെ ഭരണസമിതിയും കൈക്കാരനും മലങ്കര സഭയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. പരിശുദ്ധ സഭയ്ക്കും കത്തോലിക്ക ബാവയ്ക്കുമെതിരെ 6ഓളം കേസുകളാണ് വിവിധ കോടതികളിൽ കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഒത്താശ ഇവിടുത്തെ ഭദ്രാസന കൗൺസിലും സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമാണ്. ഇവരെല്ലാം ചേർന്ന് സഭയെയും ഭദ്രാസനത്തെയും നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് അംഗീകരിക്കരുത്. എല്ലാ ഇടവക അംഗങ്ങൾക്കും പങ്കെടുക്കാനുള്ള സാഹചര്യമൊരുക്കി പൊതുയോഗം വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം.